വേണ്ടടാ. പതുക്കെ. ഈ മരുന്ന് കഴിക്കേ. മോനെ, മോന് ശത്രുക്കളായിട്ട് ആരുമില്ലല്ലോ. കണ്ണി കൊള്ളാൻ പോയത് പുരികത്ത് കൊണ്ടുപോയെന്ന് വിചാരിച്ചാ മതി. എന്റെ മോന്റെ മുറിവും വേദനയൊക്കെ പെട്ടെന്ന് മാറും. എന്റെ മോന്റെ കയ്യിലും മനസ്സിലും ഏറ്റ മുറിവിനെ പറ്റി ചിന്തിച്ച് മനസ്സ് വിഷമിക്കരുത്. കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ചെയ്തു തീർക്കാനുള്ളതല്ലേ. നീയും ഞാനും അശ്വതി എല്ലാം ചേർന്ന് വേണം ചെയ്തു തീർക്കാൻ. ഈ നാട്ടിലുള്ള അല്ല, ഈ നാട്ടിൽ മാത്രമല്ല, ഈ വീട്ടിൽ പോലും കല്യാണം മുടക്കാനായിട്ട് നടക്കുന്ന വിഷജന്തുക്കളുടെ മുന്നിൽ അതിഗംഭീരമായിട്ട് മുന്നിൽ കല്യാണം നടത്തി കാണിച്ചു കൊടുക്കണം. അമ്മയുള്ളിടത്തോളം കാലം എന്റെ മോൻ ഒന്നിനും വിഷമിക്കണ്ട. മക്കളെ, അമ്മ പറഞ്ഞില്ലേടാ മോൻ വിഷമിക്കണ്ടെന്ന്. നിന്റെ മുഖം ഇങ്ങനെ വാടിയിരുന്ന അമ്മയ്ക്കത് കണ്ട് സഹിക്കാൻ പറ്റില്ലടാ. അരവിന്ദന് ഒരു കുഴപ്പമില്ല. അമ്മ ഇനി ഓരോന്ന് പറഞ്ഞ് ഇവനെ വിഷമിപ്പിക്കാതിരുന്നാ മതി. ഞാനെപ്പോഴും പറയാറില്ലേ, എനിക്ക് അമ്മ മാത്രമേ ദൈവമായിട്ടുള്ളൂ. മക്കളെ, അമ്മ പറഞ്ഞില്ലേടാ മോൻ വിഷമിക്കണ്ടെന്ന്. മക്കളെ, ജീവനോട് ഇരിക്കുമ്പോ എന്റെ മോനെ ഇരിക്കും വെച്ചില്ലടാ ഇയാള്. ശരിക്കും ബലിതർപ്പണം നടച്ച അവസ്ഥയിലായില്ലേ? കണ്ണിലേടോ എന്റെ മോൻ കിടക്കുന്നത്. എന്റെ മോൻ ഇങ്ങനെ കിടക്കാൻ കാരണം ആരാണെന്ന് മോക്കറിയോ? കണ്ണില്ലേ മിണ്ടാട്ടം മുട്ടി നിൽക്കുന്നത്? ഇയാളാ ഇതിനൊക്കെ കാരണം. ജീവനോടിരിക്കുമ്പോ എന്റെ മോന് ബലിയിട്ടില്ലേ? ആ നിമിഷം മുതല് എന്റെ മോനെ അതെല്ലാം വല്ലാതെ ബാധിച്ചു. നല്ല വേദന ഉണ്ടമ്മേ. സമയമെടുക്കും മക്കളെ. എന്താണാവോ ഈ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ആളാണല്ലോ. ഓ, ഇവന്റെ കിടപ്പ് കണ്ട് ആസ്വദിക്കാൻ വന്നതായിരിക്കും. ഒരു മകന്റെ കിടപ്പ് കണ്ട് ആസ്വദിക്കാൻ മാത്രം ഞാൻ അത്രയ്ക്ക് ദുഷ്ടനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ട്, തോന്നുന്നുണ്ട്. നിങ്ങൾ ദുഷ്ടൻ തന്നെയാ, മനസാക്ഷി ഇല്ലാത്തവൻ. ഞാൻ നിന്നോട് വഴക്കിടാനൊന്നും വന്നതല്ല, അരവിന്ദനെ കാണാൻ വന്നതാ. ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കുവോ?